ക്രൈസിസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈശോ അതിനെ സമീപിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഇത് പഠിക്കാൻ ഒരു കാരണമുണ്ട്. ഈശോ ആരാണ്? ഈശോ ദൈവമാണ്, അല്ലേ? ദൈവം മനുഷ്യനായ ആളാണ് ആര്? ഈശോ. അങ്ങനെയെങ്കിൽ ആ ഈശോ ആയിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യൻ. കാരണം എന്താ? ദൈവം മനുഷ്യനായ ആളാണ്. അങ്ങനെയെങ്കിൽ ആ ഈശോയാണ് ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ, ദ പെർഫെക്റ്റ് മാൻ. ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ ഏറ്റവും പരിപൂർണത പ്രാപിച്ച ദ അൾട്ടിമേറ്റ് മാൻ, ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ കണ്ടത് എന്ന് പഠിച്ചാൽ നമുക്ക് അതൊരു മോഡലാണ്, മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സത്യങ്ങളെ തിരിച്ചറിയാൻ, നമ്മുടെ ജീവിതത്തെ വിജയത്തിലെത്തിക്കാനുള്ള ദൈവം കനിഞ്ഞു നൽകിയ മോഡലാണ് ജീസസ് ഓഫ് നസ്രത്ത്. ഈ 33-കാരൻ അവൻ്റെ സമീപനങ്ങളെ, അവൻ്റെ വചനങ്ങളുണ്ട്, അതായത് ഈശോയുടെ സമീപനങ്ങൾ. 2 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഈശോയുടെ വചനങ്ങളുണ്ട്, ഈശോയുടെ സമീപനങ്ങളുമുണ്ട്. ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ജീസസ്, ദ വേർഡ്സ് ഓഫ് ജീസസ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ജീസസ്. ഈശോ ചില കാര്യങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത്, ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമായി.